എസ്എൽപുരം പെരുന്തുരുത്ത് പടിഞ്ഞാറ് ഭാഗം ശ്രീനാരായണ ഭജനമഠത്തിന്റെ ആഭിമുഖ്യത്തിൽ പഠനോപകരണ വിതരണം സംഘടിപ്പിച്ചു. പഴയ കാലത്തെ അപേക്ഷിച്ച് ഇന്ന് നമ്മുടെ മക്കൾക്കൊന്നും യാതൊരുവിധ സാമ്പത്തികമായ പഞ്ഞവുമില്ല. കാരണം നമ്മുടെ വീടുകളിൽ ഒന്നോ രണ്ടോ മക്കളല്ലേ ഉള്ളൂ. അവർക്ക് എന്തും കൊടുക്കുവാൻ നമ്മുടെ അച്ഛനമ്മമാർ തയ്യാറാണ്. അവരെന്തും ചോദിച്ചു വാങ്ങുവാൻ അവരും മിടുക്കന്മാരാണ്. എന്നാൽ കഴിഞ്ഞ കാലങ്ങളിലെ സ്ഥിതി അതല്ല. 7, 9 ഒക്കെ ഉണ്ടാകുന്ന വീടുകളിൽ ബുക്കുകൾ തട്ടിപ്പറിച്ച് വാങ്ങിച്ചായിരിക്കാം അന്നത്തെ കാലത്ത് ഞാൻ ഉൾപ്പെടെയുള്ളവർ സ്കൂളുകളിൽ പോയിട്ടുണ്ടാവുക. ഇന്നാ സ്ഥിതിയല്ല. അപ്പോൾ അതുകൊണ്ട് ബുക്കുകൾ അപേക്ഷ കൊടുത്ത് വാങ്ങേണ്ട ഒരു കാര്യമുണ്ടോ എന്നുള്ള ചോദ്യത്തിലേക്കൊന്നും നമ്മളാരും കടക്കേണ്ടതില്ല. കാരണം ഇതൊക്കെ ഒരു നമ്മുടെ കൂട്ടായ്മയുടെ ഭാഗമാണ്. നമ്മുടെ മക്കളെ മറ്റുള്ളവരിലേക്ക് പറഞ്ഞു വിടുക. നമ്മൾ ഓർക്കണം, ഇന്നിപ്പോൾ നാട് ഒരുപോലെ മദ്യ ദുരന്തവും അതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ നടക്കുകയാണ്. അപ്പോൾ നമ്മുടെ മക്കളെല്ലാം ഇതുപോലുള്ള കൂട്ടായ്മയിൽ ആയാൽ നമ്മളുടെ മക്കൾ നമ്മളിൽ നിന്ന് കൈവിടാതിരിക്കും. അപ്പം നമ്മുടെ മക്കളെ കൂട്ടിപ്പിടിക്കണമെങ്കിൽ നമ്മുടെ അടുത്തുള്ള സാംസ്കാരിക സംഘടനകളിലും ദൈവികമായ ഇടപെടലുകളിലും അവർ ചെല്ലുവാനും അവരവിടെ കൂട്ടി അവിടെ ഉണ്ടാകുവാനും ഒക്കെ നമ്മൾ വഴികാട്ടിയാകണം. നമ്മുടെ മക്കളെ നമ്മൾ കൂട്ടിപ്പിടിക്കണം. നമ്മുടെ സ്കൂളുകളിലേക്ക് പോകുന്നവരെ വൈകുന്നേരം വരുന്നതും അവർ വരുമ്പോൾ അവരിലുള്ള ഇന്നുണ്ടായിട്ടുള്ള സംഭവ വികാസങ്ങൾ ചോദിച്ചു മനസ്സിലാക്കുവാനും അവരെ നമ്മളെ അറിഞ്ഞ് കൊണ്ടുപോകുവാനായിട്ട് നമുക്ക് രക്ഷകർത്താക്കൾക്ക് കഴിയണം. എസ്എൽപുരം പെരുന്തുരുത്ത് പടിഞ്ഞാറ് ഭാഗം ശ്രീനാരായണ ഭജനമഠത്തിന്റെ ആഭിമുഖ്യത്തിൽ പഠനോപകരണ വിതരണം സംഘടിപ്പിച്ചു. വിതരണോദ്ഘാടനം PJ കുഞ്ഞപ്പൻ നിർവഹിച്ചു. 100 വയസ്സ് പൂർത്തിയായ ഭജനമഠത്തിന്റെ പരിപാടികളിൽ നിറസാന്നിധ്യമായ വെളിയിൽ ജാനകിയമ്മയെ ചടങ്ങിൽ ആദരിച്ചു. ഭജനമഠത്തിന്റെ പ്രവർത്തന പരിധിയിൽ താമസിക്കുന്ന 1 മുതൽ 12 വരെ ക്ലാസുകളിൽ പഠിക്കുന്ന കുട്ടികൾക്കാണ് പഠനോപകരണങ്ങൾ നൽകിയത്. ചടങ്ങിൽ ഭജനമഠം പ്രസിഡന്റ് SS നായർ അധ്യക്ഷനായി. വൈസ് പ്രസിഡന്റ് VK പുരുഷൻ സ്വാഗതവും സെക്രട്ടറി വിമൽ രാജ് നന്ദിയും പറഞ്ഞു. സുനിൽ ശ്രീധർ, ജമീല പുരുഷോത്തമൻ, സുരേഷ് കുമാരൻ, ദർശൻ ലാൽ S, അശ്വതി N, ജോസ് PC, ജയശ്രീ സുരേഷ് എന്നിവർ പങ്കെടുത്തു. ഒരു നോട്ട് ബുക്ക് വാങ്ങാനാണെങ്കിൽ പോലും ഒരു കുട്ടി സ്റ്റേജിലേക്ക് വരികയും ആ നോട്ട് ബുക്ക് വാങ്ങുകയും ചെയ്യുമ്പോൾ അതിനൊരു സ്റ്റേജിൽ കയറുന്നതിനുള്ള ഒരു മടി സാവധാനത്തിൽ മാറിക്കിട്ടും. ഇവിടെ എല്ലാവരും കൂടെ കൂടിയിരുന്ന് സംസാരിക്കുന്ന കാര്യങ്ങൾ കേൾക്കുകയും അതുമായിട്ട് പൊരുത്തപ്പെട്ടു പോവുകയും ചെയ്യുമ്പോൾ അവർക്ക് മാനസികമായിട്ട് ഉല്ലാസം കിട്ടും, മാനസികമായിട്ട് വളർച്ച കിട്ടും. അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും നമ്മൾ ഇതിൽ ഉദ്ദേശിച്ചിട്ടാണ് നമ്മളിത് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചത്. ഇത് ആദ്യത്തെ ഒരു സംരംഭമാണ്. വിജയിക്കുകയാണെങ്കിൽ നമ്മൾ അടുത്ത വർഷവും ചെയ്യുന്നതായി.